الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي حسبي الله لا إله إلا هو وهو العلي العظيم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാനരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ അള്ളാഹുവിനെ തഖ്വ ചെയ്ത് ജീവിക്കണമെന്ന് അമുഖമായി എന്നോട് നിങ്ങളോട് വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല മുത്തഖീങ്ങളായി ജീവിച്ച് മുസ്ലിമായി മരിക്കാനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, മഹാനായ പ്രവാചകൻ യാക്കൂബ് നബി അലൈഹിസ്സലാമിൻ്റെ 12 മക്കളിൽ ഒരാൾ ഒരു രാത്രി ഉറക്കിൽ കാണുന്നൊരു സ്വപ്നവും ആ സ്വപ്നവുമായി ബന്ധപ്പെട്ട വലിയൊരു ചർച്ചയും ഒരു ചരിത്രവും വിശുദ്ധ ഖുർആൻ സംസാരിക്കുന്നുണ്ട് സൂറത്ത് യൂസുഫിലൂടെ. യൂസുഫ് എന്ന യാക്കൂബ് നബി അലൈഹിസ്സലാമിൻ്റെ മകൻ ഒരു രാത്രി ഉറക്കിൽ കാണുന്നൊരു സ്വപ്നമാണ്, ഇനി റഅയ്തു അഹദ അശറ കൗകബൻ വശംസ വൽ ഖമറ റഅയ്തുഹും ലി സാജിദീൻ. 11 നക്ഷത്രങ്ങളും സൂര്യനും ചന്ദ്രനും തൻ്റെ മുമ്പിൽ കുമ്പിടുന്ന ഒരു കാഴ്ച കാണുന്നുണ്ട് യൂസുഫ് നബി അലൈഹിസ്സലാം കുട്ടിയായിരിക്കുമ്പോൾ. ഈ സ്വപ്നം തൻ്റെ പിതാവായ യാക്കൂബ് നബി അലൈഹിസ്സലാമിനോട് അദ്ദേഹം പങ്കിടുന്നു. പിതാവ്, ഞാൻ ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടിട്ടുണ്ട്. 11 നക്ഷത്രങ്ങൾ, സൂര്യൻ, ചന്ദ്രൻ, ഇതെല്ലാം എൻ്റെ മുമ്പിൽ സാഷ്ടാംഗം നമിക്കുന്നതായിട്ട് ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ട് എന്ന് പിതാവിനോട് പറയുമ്പോൾ അതിൻ്റെ പൊരുൾ മനസ്സിലാക്കിയത് കൊണ്ടാകാം യാക്കൂബ് നബി അലൈഹിസ്സലാം പറഞ്ഞു, എന്തായാലും ഇത് മറ്റാരോടും നീ ഷെയർ ചെയ്യേണ്ട, മറ്റാരോടും നീ പങ്കിടരുത്, പ്രത്യേകിച്ച് നിൻ്റെ കൂടപ്പിറപ്പുകളോട്, സഹോദരങ്ങളോട് ഇത് പറയാൻ പോകണ്ട എന്ന് യാക്കൂബ് നബി അലൈഹിസ്സലാം. ഇത് പറഞ്ഞാലും ഇല്ലെങ്കിലും യാക്കൂബ് നബി അലൈഹിസ്സലാം ഭയന്നതെന്തോ അത് പിന്നീട് സംഭവിക്കുന്നുണ്ട്. യാക്കൂബ് നബി അലൈഹിസ്സലാം ഭയക്കുന്നത് ഇത് വലിയൊരു ഐശ്വര്യത്തിൻ്റെ വളർച്ചയുടെ ലക്ഷണമാണ് ഈ സ്വപ്നമെന്നുള്ളത്. യൂസുഫ് എന്ന തൻ്റെ മകനോട് തനിക്കുള്ള അമിതമായ പ്രിയം പോലും സഹിക്കാൻ കഴിയാത്ത അസഹിഷ്ണുതയിലേക്ക് വീണിട്ടുള്ള കൂടപ്പിറപ്പുകൾ ഇതുകൂടി അറിയുമ്പോൾ അത് വലിയ പകയിലേക്കും വിദ്വേഷത്തിലേക്കും കാര്യങ്ങൾ കൊണ്ടെത്തിക്കുമെന്ന് അദ്ദേഹം ഭയന്നു. അല്ലെങ്കിലും അദ്ദേഹം ഭയന്ന ആ സംഭവങ്ങളാണ് പിന്നെ അരങ്ങേറുന്നത്. യൂസുഫ് നബി അലൈഹിസ്സലാം എന്ന മകനോട്, 12 മക്കളിൽ നിന്ന് യൂസുഫ് എന്ന മകനോട് ആ പിതാവിനുണ്ടായിരുന്ന അമിതമായ സ്നേഹവും വാത്സല്യവും പരിഗണനയും അത് കണ്ടിട്ട് അസൂയാലുക്കളായ സഹോദരങ്ങൾ ആ സഹോദരനോട് പകപോക്കാൻ വേണ്ടി തീരുമാനിക്കുകയും ആ പകപോക്കൽ ഒരു വധശ്രമത്തിലേക്കും പിന്നീട് ഒരു നാടുകടത്തലിലേക്കുമൊക്കെ ഈ ചരിത്രം വഴിമാറുന്നതായി നമുക്ക് കാണാൻ കഴിയും. പിന്നെ യൂസുഫ് നബി അലൈഹി സ്വലാമിൻ്റെ ചരിത്രം വിശാലമാണ്, നമുക്കറിയാവുന്ന സംഭവമാണ്. എന്തിന് ഞാനിവിടെ പറഞ്ഞു എന്ന് പറയുമ്പോൾ, ഇവിടെ നമുക്കറിയാം ഒരു കൂടപ്പറപ്പുകൾ വഴിതെറ്റു മാറുകയും ഒരു വലിയൊരു ചരിത്രത്തിലേക്ക് നിമിത്തമാവുകയും ചെയ്തത് ഒരു കൂട്ടം ആൾക്കാർക്ക് ഒരു വ്യക്തിയോടുണ്ടായ അസൂയാണ്.
അസൂയ എന്നുള്ളത് ഒരു മനുഷ്യനുണ്ടാകുന്ന അനുഗ്രഹങ്ങളിൽ, അയാൾക്കുണ്ടാകുന്ന സ്ഥാനമാനങ്ങളിലും പരിഗണനയിലും ഉണ്ടാകുന്ന അസൂയ എത്രമേൽ ശക്തമായ നിലയിലാണ് ഒരു സമൂഹത്തെ, ഒരു കുടുംബത്തെ ബാധിച്ചത് എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അഹ്സനുൽ ഖസസ്, ഏറ്റവും മനോഹരമായ ചരിത്രം എന്ന രൂപത്തിൽ വിശുദ്ധ ഖുർആൻ വരച്ചിടുന്നത്. വലിയ ഗൗരവമുള്ളൊരു വിഷയമാണ്, നമ്മൾ നിസ്സാരമായി കണക്കാക്കുന്ന ഒരു കുറ്റവുമാണിത്. ഹസദ് എന്നുള്ളത് ഏറ്റവും കഠിനമായൊരു കുറ്റമാണ്. ദബ്ബഇലൈക്കും ദാഉൽ ഉമ്മം. റസൂൽ പറഞ്ഞൊരു വാചകമുണ്ട്, പൂർവ്വകാല സമൂഹങ്ങളെ പിടികൂടിയിട്ടുള്ള ഒരു തിന്മകൾ നിങ്ങളെയും പിടികൂടുക തന്നെ ചെയ്യും. അത് ഇഴഞ്ഞ് നിങ്ങളിലേക്ക് വന്നു കയറും. പൂർവികരായ ജനങ്ങളെല്ലാം ബാധിച്ചൊക്കെ ചില കുഴപ്പങ്ങളുണ്ട്. ദബ്ബഇലൈക്കും ദാഉൽ ഉമ്മം. അവരെ ബാധിച്ച രോഗം നിങ്ങളെയും ബാധിക്കുമെന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ രോഗത്തെക്കുറിച്ച് റസൂൽ വിശദീകരിച്ചു, അൽ ഹസദു വൽ ബഗ്ളാ. അത് രണ്ട് കാര്യങ്ങളാണ്. അൽ ഹസദു വൽ ബഗ്ളാഉ, അസൂയയും പകയുമാണെന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അസൂയയും പകയും പൂർവികരായ സമൂഹങ്ങളെ എല്ലാം പിടികൂടിയ ഈ മാരകമായ മാനസിക രോഗം നിങ്ങളെയും പിടികൂടും, നിങ്ങൾ ജാഗ്രത പുലർത്തണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. ഇത് വല്ലാണ്ട് നമ്മളെ ബാധിച്ചിരിക്കുന്ന രോഗമാണ്. ഇത് രണ്ടും പരസ്പരം ചേർത്ത് പറഞ്ഞതിന് പ്രധാനമായും അതിൻ്റെ കാരണം രണ്ടും ഒന്നിനോടൊന്ന് ചേർന്ന് നിൽക്കുന്നതാണ്. അസൂയ ഉണ്ടായാൽ അവിടെ പകയുണ്ടാകും, പകയുള്ളിടത്ത് അസൂയയും ഉണ്ടാകുമെന്നുള്ളതാണ്. ഇത് പറയുമ്പോൾ, വാക്കാൽ പറയുമ്പോൾ നിസ്സാരമെന്ന് നമുക്ക് തോന്നാവുന്ന ഒരു കാര്യമാണെങ്കിലും അത് നമ്മുടെ ദുനിയാവിനെയും ആഖിറത്തിനെയും എത്രമേൽ ബാധിക്കുമെന്നുള്ളത് വിശാലമായി അള്ളാഹുവും റസൂലും സംസാരിച്ചിട്ടുണ്ട്. അത് വളരെ ഗൗരവമുള്ള ഒരു തിന്മയാണ്. മനസ്സിനെ, ഏറ്റവും നല്ല മനസ്സിൻ്റെ ഉടമകളായ റബ്ബിൻ്റെ മുമ്പിൽ നിൽക്കണമെങ്കിൽ നമ്മൾ തുരത്തേണ്ട കുറേ മാനസിക രോഗങ്ങളുണ്ട്. ഹൃദയത്തെ നമ്മൾ ശുദ്ധീകരിക്കേണ്ടതുണ്ട്. ഒരു കാരണവശാലും ശുദ്ധമായ ഒരു ഹൃദയവുമായിട്ടല്ലാതെ നമുക്ക് അള്ളാഹുവിൻ്റെ മുമ്പിൽ വിജയിക്കാൻ കഴിയില്ല. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഹസദ് ഒഴിവാക്കുക. ഇന്ന് നമ്മളെ സാരമായി ബാധിച്ചിരിക്കുന്ന ഒരു പ്രശ്നമാണ് അസൂയ എന്നുള്ളത്. അവരൻ്റെ അനുഗ്രഹങ്ങളിലെ നമുക്കുണ്ടാകുന്ന വിദ്വേഷം, മറ്റൊരാൾക്കുണ്ടായ അനുഗ്രഹം, അയാൾക്കുണ്ടായ വളർച്ച, അയാളുടെ നേട്ടം, അത് നമുക്ക് സഹിക്കാൻ കഴിയാത്തൊരവസ്ഥ ഉണ്ടാക്കുക, അതിൽ അസഹിഷ്ണുത പുലർത്തുക, അത് നമ്മൾ എന്ത് ചെയ്യും, നമ്മളെ ചിന്തകളെ വേട്ടയാടിക്കൊണ്ടേയിരിക്കുക. ഇത് എല്ലായിടത്തും കാണുന്നൊരു സംഗതിയാണ്. ഇപ്പം നമ്മുടെ കൂട്ടത്തിൽ ചില ആൾക്കാർ നന്നായി ജീവിക്കുന്ന കാണാം, അവർക്ക് മെച്ചപ്പെട്ട ജീവിതം കാണും, സാമ്പത്തികമായ മുന്നേറ്റങ്ങൾ കാണും. പെട്ടെന്ന് സുപ്രഭാതത്തിൽ ചില ആൾക്കാർ നന്നായി രക്ഷപ്പെട്ടു പോകുന്നതൊക്കെ കാണാൻ കഴിയും. അവർ നന്നായി ജീവിക്കുമ്പോൾ അതിൽ നമ്മൾ അസൂയാലുക്കളാവുകയും അതിലൊരു വിധം കിംവദന്തികൾ പറയാനും അവരുടെ ചരിത്രം നമ്മൾ മോശമാക്കാനും ഒക്കെ ശ്രമിക്കാറുണ്ട്. ഒറ്റ ദിവസം കൊണ്ട് നന്നായത് ഇത് ആരോ കടത്തിയിട്ട് വന്നതാണ്, ആരോ കബളിപ്പിച്ചിട്ടാണ്, ആരോ കൂട്ടിക്കൊടുത്തിട്ടാണ്. ഈ വിധത്തിലൊക്കെ മോശം പറഞ്ഞ കിംവദന്തികൾ പ്രചരിപ്പിച്ചിട്ട് ഒരു മനുഷ്യന്റെ വളർച്ചയിൽ അസൂയ പൂണ്ടിട്ട് അസ്വസ്ഥരായി നമ്മൾ ഇന്ന് ഈ വർത്തമാനം പറഞ്ഞു നടക്കാറുണ്ട്. ഇതൊരു അസ്വസ്ഥത. ഈ അസൂയ എന്നുള്ളത് മനുഷ്യനെ നശിപ്പിക്കുക തന്നെ ചെയ്യും. അത് പാടില്ല. ഒരു മനുഷ്യൻ നന്നായി ജീവിക്കുന്നെങ്കിൽ അതിൽ നമ്മൾ അസൂയ വെച്ചിട്ട് കാര്യമില്ല. നമ്മൾ എന്ത് മുന്നേറാൻ വേണ്ടി ശ്രമിക്കണം. ഓരോ മനുഷ്യർക്കും മുന്നേറാനുള്ള അവസരമുണ്ട് ഇവിടെ ജീവിതത്തിൽ. ഇപ്പോൾ ഏറ്റവും കൂടുതൽ അസൂയാലുക്കൾ നമുക്ക് കാണാൻ കഴിയുന്നത് നാട്ടിൻപുറത്തുകളിൽ നമുക്ക് കാണാൻ കഴിയും. അത് തിരക്കില്ലാത്ത ജീവിതം നയിക്കുന്ന ആൾക്കാരാണ്. വലിയ തിരക്കില്ലാതെ ജീവിക്കുന്നത് കൊണ്ട് തന്നെ മറ്റുള്ളവൻ്റെ വളർച്ചയും അവൻ്റെ പുരോഗതിയും ഒക്കെ നോക്കിയിട്ട് ഇവർ വല്ലാതെ വെള്ളമിറക്കി ബുദ്ധിമുട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. അവൻ തകർന്നു കാണണമെന്ന് ആഗ്രഹിക്കുകയാണ്. അവർക്കുണ്ടാകുന്ന ഐശ്വര്യങ്ങൾക്ക് തടസ്സം നിൽക്കുകയാണ്. അവസരം കിട്ടിയാൽ അവരെ വേട്ടയാടാനും വലിച്ചിടാനും വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മൾ സാരമായി ബാധിച്ചുകൊണ്ടേയിരിക്കുന്നു. സമൂഹത്തിൽ വ്യാപകമായി വരുന്ന വലിയൊരു പ്രശ്നമാണ് അതെന്ത് ചെയ്യുന്ന അസൂയ. ഈ അസൂയ എന്നുള്ളത് പകയിലേക്ക് മനുഷ്യനെ കൊണ്ടെത്തിക്കുന്നു. ഒരു വ്യക്തിയോട് അല്ലെങ്കിൽ സമൂഹത്തോട്, ഒരു കൂട്ടം ആൾക്കാരോടുള്ള വെറുപ്പിന്റെ കാരണം എന്താണ്? അസൂയാണ്. മുസ്ലിമീങ്ങളുടെ വിഷയത്തിൽ അഹ്ലി കിതാബുകൾക്കുണ്ടായ തിരിച്ചറിവുണ്ട്. സ്വന്തം മകനെ തിരിച്ചറിയുന്നത് പോലെ മുഹമ്മദ് നബിയുടെ പ്രവാചകത്വം തിരിച്ചറിഞ്ഞവരാണ് അഹ്ലി കിതാബുകൾ എന്ന് വിശുദ്ധ ഖുർആൻ. പിന്നെ എന്തുകൊണ്ട് നിഷേധിച്ചു? പൂർവ്വവേദക്കാരായ സമൂഹം, പ്രത്യേകിച്ച് ജൂത സമൂഹത്തിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വ്യക്തമായി ബോധ്യമുണ്ടായിരുന്നു ഇത് മുഹമ്മദ് നബി അള്ളാഹുവിന്റെ പ്രവാചകനാണെന്ന്. സ്വന്തം മകനെ തിരിച്ചറിയുന്നത് പോലെ അവർ പ്രവാചകനെ മനസ്സിലാക്കിയിട്ടും അള്ളാഹുവിന്റെ റസൂൽ റിസാലത്തിനെ നിഷേധിച്ചതിന്റെ കാര്യം അറബി ആയതുകൊണ്ടാണ്. ആ ഗോത്രത്തിന്, ആ സമൂഹത്തിനും അറബി വർഗത്തിനുമുണ്ടായ അനുഗ്രഹത്തിൽ അവർക്കുണ്ടായ അസൂയാണ്. അത് പകയിലേക്ക് പോയി. ആ പകയാണ് റസൂലിനോടും മുസ്ലിമീങ്ങളോടും അവർ പുലർത്തിക്കൊണ്ടിരുന്നത്. ദീനിക്കും, നിങ്ങൾ നിങ്ങളുടെ ഈമാനിൽ നിന്ന് നിങ്ങൾ പുറത്തു വന്നിരുന്നെങ്കിൽ എന്ന് അവർ ആഗ്രഹിക്കും. അവരാഗ്രഹിക്കുന്നത് അഹ്ലി കിതാബുകൾ നിങ്ങളൊന്നും മടങ്ങി വന്നിരുന്നെങ്കിൽ, കുഫ്റിലേക്ക് നിങ്ങൾ മടങ്ങിയിരുന്നെങ്കിൽ എന്നാണ് അവർ ആഗ്രഹിക്കുക. അതിന്റെ കാര്യം ഹസദം മിൻ അൻഫുസിഹിം, അവർക്ക് നിങ്ങളോടുള്ള അസൂയാണെന്ന് വിശുദ്ധ ഖുർആൻ. നിങ്ങൾ സത്യത്തെ അറിഞ്ഞിരിക്കുന്നു, മുഹമ്മദ് നബി ഉൾക്കൊണ്ടിരിക്കുന്നു, ആ പ്രവാചകനും ആ പ്രവാചകന്റെ അനുയായികളുമെന്ന് വഴിതെറ്റി കണ്ടെങ്കിൽ എന്നവർ മോഹിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ. അതിന്റെ കാര്യം ഹസദം മിൻ അൻഫുസിഹിം, അവരുടെ അസൂയാണ്. ഈ അസൂയയാണ് മനുഷ്യനോടുള്ള പകയുടെ, പിശാചിന്റെ പോലും കാരണം. ഇബ്ലീസിന് എന്തുകൊണ്ട് മനുഷ്യരോട് ഇത്രയേറെ പക? മനുഷ്യവർഗത്തിനോട് മുഴുവൻ പക കൊണ്ടു നടക്കുന്നു ഇബ്ലീസ്. അവസാനം വരെയുള്ള മനുഷ്യനെ വഴിപിഴപ്പിക്കും ഞാനെന്ന് പ്രതിജ്ഞ എടുത്തുകൊണ്ട് ഇബ്ലീസ് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. കാരണം മനുഷ്യവർഗത്തോടുള്ള അസൂയാണ്. കാരണം അല്ലാഹു പറഞ്ഞു ഉസ്ജുദൂ ലി ആദം,
ആദമെന്ന മനുഷ്യന് വേണ്ടിയിട്ട് നീ സാഷ്ടാംഗം നമിക്കണമെന്ന്, അവനെ ആദരിക്കണമെന്ന് മനുഷ്യനെ ബഹുമാനിക്കാൻ ഇബ്ലീസിനോട് കൽപ്പനയുണ്ടായപ്പോൾ അയാൾക്കത് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. അയാളുടെ ഈഗോ അനുവദിച്ചില്ല. ഖലഖ്തുനീ മിൻ നാർ വഖലഖ്തുഹു മിൻ തീൻ. അഗ്നിയാൽ പടക്കപ്പെട്ട ഞാൻ മണ്ണിനാൽ പടക്കപ്പെട്ട ആദമിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യുക എന്നുള്ളത് ഒരിക്കലും അത് ഒരു അനിവാര്യതയല്ല, ഒരിക്കലും അത് ചെയ്യാൻ സാധ്യമല്ല എന്ന് നിഷേധിച്ചു. പക്ഷെ മനുഷ്യനെ അള്ളാഹു പരിഗണിച്ചു. മനുഷ്യന് കൊടുത്ത ആദരവ് മലക്കുകളുടെ സുജൂദിലൂടെ പൂർത്തീകരിക്കപ്പെടുമ്പോൾ ആ മനുഷ്യവർഗത്തിനുണ്ടായ ആദരവിനോടുള്ള ആ ഇബ്ലീസിന്റെ അസൂയയാണ് പിന്നെ കാണുന്ന പക. ആ പകയാണ് അയാൾ പുറത്തു കാണിച്ചുകൊണ്ടേയിരിക്കുന്ന അവസാനം വരെയുള്ള മനുഷ്യനെ പിഴപ്പിക്കുക എന്ന പ്രതിജ്ഞയാണ്. നമുക്ക് ഭൂമിയിൽ ആദ്യത്തെ കൊലപാതകത്തിന്റെ കഥ എടുക്കാൻ. നമുക്ക് ആദമിന് 2 ആമക്കൾ തമ്മിലുണ്ടായ തർക്കവും അവസാനം കൊലപാതകത്തിൽ കാര്യങ്ങൾ കലാശിക്കുമ്പോൾ അതിന് കാരണമെന്ത്? തൻ്റെ ചേട്ടനുണ്ടായ അനുഗ്രഹത്തിൽ അനിയനുണ്ടായ അസൂയയാണ്. തൻ്റെ ചേട്ടനുണ്ടാകുന്ന വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയുടെ പ്രായവും ആ പെൺകുട്ടിയുടെ സൗന്ദര്യവും അയാൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങളും ഇളയ മകന് ഉൾക്കൊള്ളാൻ കഴിയാതെ പോകുന്നു. അയാൾക്ക് ചേട്ടനോട് അസൂയാകുന്നു. അസൂയ പകയായി മാറുന്നു. ആ പക അവസാനം കൊലപാതകത്തിലേക്ക് ആ മനുഷ്യനെ കൊണ്ടെത്തിക്കുന്നു. ഇത് ചരിത്രം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ചരിത്രങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. അത്രമേൽ അപകടകരമായൊരു മാനസികാവസ്ഥയാണ് സത്യത്തിൽ ഈ അസൂയ എന്നുള്ളത്. മനുഷ്യനെ വല്ലാണ്ട് നശിപ്പിക്കും. വല്ലാണ്ട് അവരനോടുള്ള വിദ്വേഷത്തിന് കാരണം, പകയുടെ കാരണം 2 കാരണങ്ങൾ പ്രധാനമായിട്ടും പകയുണ്ടാക്കാനുള്ള കാരണം. ഒന്ന് അസൂയയാണ്, ഒരു മനുഷ്യനുണ്ടായ അനുഗ്രഹത്തിലുള്ള വിഷയത്തിലുള്ള അസൂയ. രണ്ടാമത് നമ്മൾ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായിട്ട് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുക. നമ്മൾ ഓരോരുത്തരും ഓരോ ഘട്ടത്തിൽ ഓരോരുത്തരും ഓരോന്ന് പ്രതീക്ഷിക്കും. ആ പ്രതീക്ഷകളെ കേന്ദ്രീകരിക്കേണ്ടത് അള്ളാഹുവിലാണെന്ന് ഒന്നത് മനസ്സിലാക്കുക. പകയുണ്ടായാൽ, മനുഷ്യ ഹൃദയങ്ങളിൽ പകയുണ്ട് എങ്കിൽ ആ പകയിരിക്കുന്ന ഹൃദയത്തെ അള്ളാഹു സ്വീകരിക്കില്ല. അള്ളാഹു റസൂൽ പറയാണ്, പക, ഒരു മനുഷ്യന് മറ്റൊരാളുടെ പകയുണ്ടല്ലോ, അത് ഹിയൽ ഹാലിക്ക, അത് മുണ്ടനം ചെയ്യുന്നതാണെന്ന്. അത് മുണ്ടനം ചെയ്ത് കളയുമെന്ന് റസൂൽ വിശദീകരിച്ചു പറഞ്ഞു. ഞാൻ ഉദ്ദേശിക്കുന്നത് തലമുണ്ടനം ചെയ്യുമെന്നല്ല, നിങ്ങളുടെ തലമുടി മുണ്ടനം ചെയ്ത് നിങ്ങളെ മൊട്ടയാക്കി കളയുമെന്നല്ല. ഞാൻ ഉദ്ദേശിക്കുന്നത് അത് തഹ്ലിഖുദ്ദീൻ, നിങ്ങളുടെ മതത്തെ അത് മുണ്ടനം ചെയ്ത് കളയുമെന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു മനുഷ്യന് അപരനോടുള്ള പകയുണ്ടല്ലോ, അസൂയയും പകയും ആ മനുഷ്യനെ തന്നെ നശിപ്പിച്ചു കളയും. അവന്റെ ഹൃദയത്തിൽ ഈമാൻ ഉണ്ടാവില്ല, അവന്റെ ഹൃദയത്തിൽ ഈമാൻ സമ്മേളിക്കില്ല. അതാ റസൂൽ പോലും പറഞ്ഞത്, ഒരു കാരണവശാലും ഒരു മനുഷ്യ ഹൃദയത്തിൽ ഹസദും അതോടൊപ്പം തന്നെ ബഗ്ദാവും അത് കണക്ക് തന്നെ ഈമാൻ സമ്മേളിക്കില്ല എന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ ഈമാനും അതോടൊപ്പം തന്നെ ഹസദും സമ്മേളിക്കില്ല എന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വലിയ ഗൗരവമുള്ള വിഷയമാണ്. നമ്മൾ മുഅ്മിനീങ്ങളാണെന്ന് പറയുമ്പോൾ മുഅ്മിനിന്റെ ഐഡന്റിറ്റി എന്താണ്? അവന്റെ പൗരത്വം, അവന്റെ ഒരു പൗരധർമ്മം എന്താണെന്ന് അറിയുമോ? ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യുഹിബ്ബു ലി അഖീഹി മാ യുഹിബ്ബു ലി നഫ്സിഹി എന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. ഒരു മനുഷ്യന്റെ പൗരബോധം എന്തായിരിക്കണം? ഒരു മുസ്ലിമിന്റെ പൗരബോധം, എനിക്കുണ്ടാകണമെന്ന് ഞാൻ ഇഷ്ടപ്പെടുന്നതെല്ലാം അപരനും ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കണം. അപ്പോഴാണ് നീ മുഅ്മിനാവുക. എനിക്ക് എന്തെല്ലാം ഉണ്ടാകണമെന്ന് ഞാൻ ഉണ്ടായതല്ല, എനിക്കുണ്ടായതെല്ലാം നിങ്ങൾക്ക് കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിക്കലല്ല. എനിക്കുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നത് എന്തും നിങ്ങൾക്കും ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുക, അതാണ് മുഅ്മിൻ, അവനാണ് ഈമാനുള്ളത്. അതാണ് ഏറ്റവും നല്ല പൗരബോധമെന്ന് വിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ഞാൻ ആഗ്രഹിച്ചു, എനിക്ക് നിങ്ങൾക്കും ഉണ്ടാകണമെന്ന്, പക്ഷെ എനിക്കുണ്ടായില്ല, നിങ്ങൾക്കത് കിട്ടി. അപ്പോൾ ഞാൻ സന്തോഷിക്കാൻ എന്നെ കൊണ്ടാവണം, അതാ ഈമാൻ. എനിക്ക് ഉണ്ടാകണം, നിങ്ങൾക്കും ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചു, പക്ഷെ എനിക്ക് കിട്ടിയില്ല, നിങ്ങൾക്കത് കിട്ടുന്നു. നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ അള്ളാഹു നൽകിക്കൊണ്ടേയിരിക്കുന്നു. അത് ആ അനുഗ്രഹങ്ങളിൽ ഞാൻ സന്തുഷ്ടനായാൽ, എനിക്ക് കിട്ടാതിരിക്കുമ്പോഴും നിങ്ങൾക്ക് കിട്ടുമ്പോൾ ഞാൻ സന്തുഷ്ടനായാൽ അത് ഈമാൻ. നിങ്ങൾക്ക് കിട്ടി, എനിക്ക് കിട്ടിയിട്ടില്ല, എനിക്കത് അസ്വസ്ഥത ഉണ്ടാക്കുന്നു. തൻ്റെ സഹോദരന്റെ വളർച്ചയും മുന്നേറ്റവും കാരണം നമുക്കത് അസ്വസ്ഥത പുകഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. പറയാതെ വന്നൊരു ശത്രുത എവിടെയോ രൂപപ്പെടുന്നു, കാരണങ്ങളില്ലാത്തൊരു വിരോധം എവിടെയോ രൂപപ്പെടുന്നു, ഒരു അകലം രൂപപ്പെടുന്നു. നമ്മളെ ആ ബാധിച്ചിരിക്കുന്നത് അസൂയാണ്. ഇവിടെ ഒരു മനുഷ്യന് അനുഗ്രഹമുണ്ടായി, നമ്മൾ അവനും നന്നാവണം, ഞാനും നന്നാവണം, നമുക്ക് അത്രേ ഉള്ളെന്ന് സാരമായി പറഞ്ഞുപോയ വാക്കുകൾക്കപ്പുറത്തേക്ക് ജീവിത യാഥാർത്ഥ്യങ്ങൾ അങ്ങനെ വന്നപ്പോൾ നമുക്ക് നഷ്ടങ്ങളും നമുക്ക് എന്തെങ്കിലും കോട്ടങ്ങളും ഉണ്ടായി. നമുക്ക് ഒപ്പമുള്ളവരെല്ലാം നന്നായി ജീവിക്കുമ്പോൾ നമ്മൾ അവരുമായിട്ട് അകന്നു പോവുകയാണ്. അവർ നമ്മൾ അകറ്റിയതല്ല, നമ്മൾ അകന്നു പോകുന്നു. കാരണം നമ്മുടെ അപകർഷതയും ഒപ്പം അസൂയയുമാണ്. ഇത് പലപ്പോഴും നമുക്ക് കാണുന്നുണ്ട്. നമ്മുടെ കൂടെ പുറപ്പുകൾ ചില ആൾക്കാർ നന്നാവും, അവർ പെട്ടെന്ന് സാമ്പത്തികമായി മുന്നേറും, അത് കണക്കിന് മറ്റു പലതരത്തിലുള്ള ഐശ്വര്യങ്ങൾ അവർ ജീവിതത്തിൽ ലക്ഷണങ്ങൾ കാണാം. അങ്ങനെ ജീവിതത്തിൽ അവർ ഹൈറിലേക്കും ഐശ്വര്യ നിഅമത്തുകളിലേക്ക് അവർ എത്തിപ്പെടുമ്പോൾ ബാക്കിയുള്ളവർ ഒന്നും കിട്ടാത്തവന് പിന്നെ ശത്രുതയായി, വെറുപ്പായി. ആ വെറുപ്പും വിദ്വേഷവും എവിടെ നിന്ന് രൂപപ്പെട്ടു? അതിന്റെ കാരണം അസൂയയാണ്. അത് പാടില്ല, ഒരു കാരണവശാലും പാടില്ല. അങ്ങനെ അസൂയ ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ ഇടം പിടിച്ചാൽ അത് അവന്റെ ഈമാൻ നശിപ്പിച്ചു കളയും. ഈമാൻ അവിടെ ഇരിക്കില്ല.
പകയും വിദ്വേഷവുമായി നടക്കുന്ന, അസൂയയുമായി നടക്കുന്ന ഒരു മനുഷ്യന് എങ്ങനെയാണ് ഈമാൻ ഉണ്ടാവുക? നമ്മൾ മുഅ്മിൻ എന്ന് പറയുമ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കണ്ടേ. എന്താ മുഅ്മിൻ? എന്താ? അള്ളാഹു നമ്മൾ വിശ്വസിക്കുകയാണ്. ഇവിടെ നടക്കുന്നതെല്ലാം റബ്ബിന്റെ തീരുമാനമാണെന്ന്. ആ മനുഷ്യന് കൊടുത്ത അനുഗ്രഹങ്ങൾ അള്ളാഹുവിന്റെ തീരുമാനമാണെങ്കിൽ അതിൽ നമ്മൾ തൃപ്തരായിട്ട് എന്ത് ചെയ്യാൻ? അതാ ഖുർആൻ ചോദിക്കുന്നത്. അള്ളാഹു, ഞാൻ കൊടുക്കുന്ന നിഅമത്തുകൾ നിങ്ങൾക്ക് എന്തുകൊണ്ട് അസ്വസ്ഥത ഉണ്ടാകണമെന്ന്? ഞാൻ കൊടുക്കുന്ന നിഅമത്തുകളിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് അസ്വസ്ഥത ഉണ്ടാകുന്നു? പടച്ചവൻ കൊടുക്കുന്നതല്ലേ എന്ന്. പടച്ചവൻ കൊടുക്കുന്ന അനുഗ്രഹങ്ങൾ. ഇബ്രാഹിം കുടുംബത്തെ അള്ളാഹു അനുഗ്രഹിച്ചു, അവർക്ക് പ്രവാചകത്വം കൊടുത്തു, അവർക്ക് അധികാരം കൊടുത്തു, അങ്ങനെ അവർക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്തിന് അവരോട് അസൂയ പുലർത്തണം? അവരോട് എന്ത് അസൂയ പുലർത്തണമെന്ന് ഖുർആൻ ചോദിക്കുന്നുണ്ട്. എന്ന് നിങ്ങൾക്ക് എന്തിനാ അസൂയ വേണം ഞാൻ കൊടുത്തതിൽ എന്ന് ഖുർആൻ ചോദിക്കുന്നുണ്ട്. ഇപ്പൊ റബ്ബിന്റെ തീരുമാനമാണല്ലോ, ഇപ്പൊ അള്ളാഹു കൊടുക്കാണ്, അതിൽ നമുക്ക് അസൂയോ? നമുക്ക് നൽകാതെ പോയത് അള്ളാഹുവിന്റെ തീരുമാനമാണ്. അതുകൊണ്ട് അപകർഷതയും അസൂയയും നമ്മൾ കൊണ്ടു നടന്നിട്ട് കാര്യമില്ല. അത് നമ്മുടെ അമലുകളെ ബാധിക്കും. അത് നമ്മുടെ അമലുകളെ പോലും കരിച്ചു കളയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. നമ്മുടെ അമലുകളെ പോലും കരിച്ചു കളയും. അത് നമ്മൾ ദീനിനെ മുഴുവൻ പൂർണ്ണമായും മുണ്ടനം ചെയ്ത് കളയും. ഇത് ഒന്നാമത്തെ കാരണമാണ്. അസൂയ ഉണ്ടെങ്കിൽ വലിയ നിലയിൽ നമ്മളെ ബാധിച്ചുകൊണ്ടേയിരിക്കും. നമ്മുടെ എല്ലാ നന്മകളെയും അത് മുണ്ടനം ചെയ്തുകൊണ്ടേയിരിക്കും, ദീനിന് സാരമായി ബാധിക്കും. അത് മാത്രമല്ല, സാമൂഹിക രംഗത്തും അത് വലിയ വിപത്തായി മാറും. നമ്മുടെ പക ഉണ്ടാകും. നമുക്കൊരു വ്യക്തിയോട് അസൂയ ഉണ്ടായി, അയാളോട് പക തോന്നിയാൽ ആ പകയിൽ മറ്റുള്ളവരെ കൂടി പങ്കാളിയാക്കാൻ വേണ്ടി നമ്മൾ പ്രചരണം നടത്തിക്കൊണ്ടേയിരിക്കും. അതൊരു അസഹിഷ്ണുതയാണ്. നമ്മൾ എല്ലാ കഥകൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. ആ വ്യക്തിയോടുള്ള വെറുപ്പ് സമൂഹത്തിലേക്ക് ഇറക്കിവിടാൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഇത് നമ്മുടെ ഒരു സ്വഭാവമാണ്. അയാൾ നശിക്കാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കും, നശിക്കാൻ വേണ്ടി പ്രവർത്തിക്കും. ഒരുപാട് നമ്മൾ നാട്ടിൽ കാണാൻ കഴിയുന്ന സംഗതിയാണ്. ഒരു മനുഷ്യൻ പച്ച പിടിച്ച് വരികയാണെങ്കിൽ പിന്നെ അയാൾ നശിക്കാൻ വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ, സംസാരങ്ങൾ. പിന്നെ എന്ത്, ഒരു കച്ചവട സ്ഥാപനമാണെങ്കിൽ പോലും എൻ്റെ പൈസ കൊണ്ട് നീ നന്നാവണ്ട എന്ന മനോഭാവം പലർക്കുണ്ട്. എൻ്റെ പൈസ കൊണ്ട് എൻ്റെ നാട്ടുകാരനും കൂടെ പുറപ്പാണ്, അവൻ പച്ച പിടിച്ച് വരികയാണ്. അപ്പൊ പിന്നെ അവന്റെ കയ്യിൽ നിന്ന് സാധനം വാങ്ങിച്ചാൽ എൻ്റെ പൈസ കൊണ്ട് അവൻ അത് പാടില്ല, അതുകൊണ്ട് അവൻ്റെ ഒന്നും വാക്കില്ല. ഇത് ബോധപൂർവം നടക്കുന്ന കാര്യമാണ്. ആരെങ്കിലും അത്തരത്തിൽ നന്നാവുന്ന ഒരാളുമായിട്ട് ബന്ധപ്പെട്ട് അയാളുടെ ഉപജീവന മാർഗം ബന്ധപ്പെട്ട് പോകുമ്പോഴത്തേക്കും വേറെ എവിടെയും കിട്ടിയില്ലേടെന്ന് ചോദിക്കും. അതൊക്കെ എന്ത് ചെയ്യും? അവിടെയെങ്കിലും പോയി വാങ്ങിക്കല്ലേ, പറ്റിപ്പാണ്, വഞ്ചനയാണ്, പലതരത്തിലുള്ള എന്ത് ചെയ്യും, കിംവദന്തികൾ പറഞ്ഞു പരത്തും. അത് കണക്കിന് ഇവിടെ നമ്മുടെ ആൾക്കാരുടെ പുതിയ ശൈലിയുണ്ട്. പുതിയതല്ല, പഴയ രീതി തന്നെയാണ്. അവൻ നശിച്ചു കാണാൻ വേണ്ടിയിട്ട് സ്വയം നന്നാകാൻ, അയാളെപ്പോലെ മുന്നേറണമെന്ന നിലയിൽ 24 മണിക്കൂറും പണിയെടുത്തൊരുത്തൻ ജീവിതത്തിൽ മുന്നേറി വരുമ്പോൾ അയാൾ അത്രയേറെ കഷ്ടപ്പെട്ട് മുന്നേറി വന്നിരിക്കുന്നു. എനിക്കും മുന്നേറണം, എനിക്കും ജീവിതം ഡെവലപ്പ് ചെയ്യണം, അതുകൊണ്ട് ഞാൻ കൂടി കഷ്ടപ്പെടണം. അതുകൊണ്ട് ഇപ്പോൾ എടുക്കുന്ന പണിയേക്കാൾ കൂടുതൽ പണി ചെയ്ത് മുന്നേറാമെന്ന് തീരുമാനിക്കുന്നതിന് പകരം അവൻ നശിച്ചു കാണാൻ വേണ്ടിയിട്ട് വല്ല ഉസ്താദിന്റെയോ ഉറുക്കുകാരുടെയോ മന്ത്രവാദിയുടെയോ കാണിക്കാരെടുക്കൽ പോയിട്ട് നമ്മൾ മന്ത്രവാദം ചെയ്ത് അവനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് കോഴിത്തലയിലും അല്ലെങ്കിൽ മറ്റേതെങ്കിലും രൂപത്തിലും ഒക്കെ മന്ത്രവാദം ചെയ്തുകൊണ്ട് നടക്കുന്ന രീതിയുണ്ട്. ഇത് വ്യാപകമായിട്ട് നടക്കുന്ന സംഗതിയാണ്. ഇതൊക്കെ നമ്മൾ മാന്യന്മാരായി മുഅ്മിനീങ്ങളായി വലിയ ഈമാനും ആദർശവും പറയുന്ന ആൾക്കാർ പോലും ഇത്തരം നിലവാരം കുറഞ്ഞ പരീക്ഷണങ്ങൾക്ക് ഹസദ് കാരണം എത്തിപ്പെടുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ്. എത്ര വലിയ അബദ്ധമാണ്. അവൻ നശിച്ചു കാണാൻ നന്നാവാൻ വേണ്ടിയില്ലേ, എനിക്ക് കൂടി നന്നാവണം എന്ന് പറഞ്ഞ് മന്ത്രം ചെയ്തെങ്കിൽ പിന്നും സഹിക്കാവുന്നതാണ്. അങ്ങനെ ചെയ്യണമെന്നല്ല. അങ്ങനെ ചെയ്താൽ പോലും നമുക്ക് ഞാൻ നശിച്ചോട്ടെ, കുഴപ്പമില്ല, അവൻ കൂടി നശിച്ചു കാണണം എന്ന ഒരു മനോഭാവം ഇത് എവിടെ നിന്നാണ് നമുക്ക് കിട്ടിയത്? എന്നിട്ട് നമ്മൾ മുഅ്മിനീങ്ങൾ എന്ന് പറയുന്നത് ഭയങ്കര നിസ്കാരക്കാരാ, വലിയ നിസ്കാരക്കാരാ, നാട്ടും പുറത്തൊക്കെ സജീവമായി നിലനിൽക്കുന്ന ഒരു ദുസ്വഭാവമാണിത്. നമ്മുടെ അസൂയ നമ്മൾ എവിടെ കൊണ്ട് നമ്മൾ ഈമാൻ നശിച്ചില്ലേ? മുആവിയ റളിയല്ലാഹു തആല പറഞ്ഞൊരു വാക്കുണ്ട്, തിന്മകളിൽ ലൈസ ഫീ ഹിസാൽ ശരി, തിന്മകളിൽ ഏറ്റവും നല്ല നീതിമാൻ ആരെന്നറിയുമോ? അത് ഹസദാണെന്ന്. അഅദല മിനൽ ഹസദ് എന്ന്, തിന്മകളിൽ നീതിമാനുണ്ട് എന്ന് മുആവിയ റളിയല്ലാഹു തആല പറയുന്നത് അദ്ദേഹത്തിന്റെ ഒരു പ്രസ്താവനയാണ്. തിന്മകളിൽ ഏറ്റവും വലിയ നീതിമാൻ അത് ഹസദാണ് എന്ന് മുആവിയ റളിയല്ലാഹു അൻഹു. കാരണം മഹ്സൂദിലേക്ക് നമ്മൾ ആരോട് അസൂയ വെക്കുന്നോ ആ അസൂയ വെക്കുന്നവനെ ബാധിക്കുന്നതിന് മുമ്പ് തന്നെ അസൂയ വെച്ചവനെ അത് കരിച്ചു കളയുമെന്ന് മുആവിയ റളിയല്ലാഹു അൻഹു. ഒരു വിലയിരുത്തലാണ്, അദ്ദേഹത്തിന്റെ ഒരു പ്രസ്താവനയാണ്. നമ്മൾ ആരോടാണോ പക വെക്കുന്നത് ആ പകയുള്ളവനായിരിക്കില്ല, അസൂയ വെക്കുന്നത് ആരോടാണോ അവനായിരിക്കില്ല നശിക്കുക. ഈ അസൂയ നമ്മളെ കരിച്ചു കളയും, നമ്മുടെ അമലുകളെ കരിച്ചു കളയും, നമ്മളെ ഈമാൻ നശിപ്പിച്ചു കളയും, നമ്മളെയാണത് ബാധിക്കുക, നമ്മളത് പിറകോട്ടടിക്കും. ജീവിതത്തിൽ നമ്മൾ പുറകോട്ട് പോയതിന്റെ കാര്യം ചില ആൾക്കാർ നിങ്ങൾ മനസ്സ് ദുഷിച്ചത് കൊണ്ടാണ് ജീവിതത്തിൽ ഒന്നും ക്ലച്ച് പിടിക്കാത്തത്, രക്ഷപ്പെടാത്തതെന്ന് പറയും. പണ്ട് കാലം മുതലേ ആൾ പറയുന്ന പ്രയോഗമാണ്. മനസ്സ് മോശമായത് കൊണ്ടാണ് നമ്മൾ പുറകോട്ട് പോകുന്നതെന്ന്, രക്ഷപ്പെടാത്തതിന്റെ കാരണമെന്ന്. അതിന്റെ കാര്യം ഇതാണ്, നമ്മുടെ മനസ്സിൽ ബാക്കിയുള്ളവരോടൊക്കെ അസൂയം പുലർത്തി അവനുണ്ടാകുന്ന അനുഗ്രഹങ്ങളിലൊക്കെ വെള്ളം ഇറക്കി അവനിൽ അത് നീങ്ങിക്കാണാൻ വേണ്ടി, നശിച്ചു കാണാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് ഇങ്ങനെ ദുഷിച്ച മനസ്സുമായി നടക്കുന്നവൻ അവൻ താഴോട്ട് പോവുക എന്നല്ലാതെ ജീവിതത്തിൽ മുന്നേറാൻ കഴിയില്ല. ഹസനുൽ ബസ്രി പറഞ്ഞൊരു വാചകമുണ്ട്, മനുഷ്യരെ നിങ്ങൾ എന്തിന് അസൂയ വെക്കണം?
അസൂയയ്ക്ക് എന്താണ് നിങ്ങൾ കാണുന്ന ആധാരം എന്നുള്ളത്, എന്താണ് അതിൻ്റെ കാരണമെന്നുള്ളത്. ഒരു മനുഷ്യന് ഐശ്വര്യം നൽകപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അള്ളാഹു അയാൾ ആദരിക്കാൻ വേണ്ടി കൊടുത്തതാണെങ്കിൽ അതിൽ നിങ്ങൾ അസൂയ വെക്കുന്നത് എന്തർത്ഥത്തിലാണ്? അള്ളാഹ് കൊടുത്ത അനുഗ്രഹം, അയാൾക്ക് കൊടുക്കുന്ന ഐശ്വര്യം അയാൾ ആദരിച്ചുകൊണ്ട് റബ്ബ് കൊടുക്കുന്നതാണെങ്കിൽ അതേതുമാകട്ടെ ചില ആൾക്കാർ സ്ഥാനമാനങ്ങൾ അള്ളാഹു കൊടുക്കുന്ന അനുഗ്രഹമായിരിക്കും, അത് ആദരിക്കാൻ വേണ്ടി കൊടുത്തതായിരിക്കും. അള്ളാഹുവിൻ്റെ ആദരവാണ് ആ മനുഷ്യന് കിട്ടുന്ന സ്ഥാനമാനങ്ങൾ. പക്ഷെ സഹിക്കാൻ കിട്ടുന്നില്ല. അത് നിങ്ങൾ അസൂയ വെക്കുന്നത് എന്തടിസ്ഥാനത്തിലാണ്? റബ്ബ് കൊടുക്കുന്നതല്ലെന്ന്. ചില ആൾക്കാർ ഇവിടെ ഇലക്ഷനൊക്കെ വരുമ്പോൾ നമുക്കറിയാം, ഇലക്ഷൻ ഇപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ. ഇലക്ഷൻ വരുമ്പോഴൊക്കെ ഒരാൾക്ക് സ്ഥാനാർത്ഥിയാകാൻ വേണ്ടി ഒരു പാർട്ടി നിർണ്ണയിക്കുന്നു. ഒരാളെ സ്ഥാനാർത്ഥിയാക്കുമ്പോൾ അന്നോളം ആ പാർട്ടിക്കകത്ത് പ്രവർത്തിച്ച് വന്ന് കൂടപ്പറപ്പിന് കിട്ടി, തനിക്ക് സീറ്റ് കിട്ടിയില്ലെങ്കിൽ പിന്നെ നമ്മളെന്താ ചെയ്യുക? നമ്മൾ ആൾക്കാർ സ്വഭാവം എന്താണെന്ന് അറിയുമോ? ഈവൻ മറുകണ്ഠം ചാടുക, അല്ലെങ്കിൽ ഒപ്പം നിന്നുകൊണ്ട് തന്നെ പാലം വലിച്ച് അത്രയും കാലം എതിർ പാർട്ടിക്കാരനായിരുന്നവന് വേണ്ടി ഒട്ടുപിടിക്കുക. എന്നിട്ട് കൂടെ എനിക്ക് കിട്ടിയില്ല, അവന് കിട്ടി, അവൻ ജയിച്ച് അവനൊരു മെമ്പറായി ഇവിടെ അവനെ കാണാൻ എന്നെ കൊണ്ട് പറ്റൂല, എനിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമില്ല. അതുകൊണ്ട് അയാളെ തോപ്പിക്കാൻ വേണ്ടിയിട്ട് എതിർ പാർട്ടിയുമായി ധാരണയുണ്ടാക്കിയിട്ട് അണ്ടർഗ്രൗണ്ടിൽ പണിയെടുത്തിട്ട് എത്രയോ ആൾക്കാർ ഇവിടെ തൊട്ടിരിക്കുന്നു. ഇത് ഇവിടെ നടക്കുന്ന രാഷ്ട്രീയത്തിൽ നടക്കുന്ന മൂന്നാംകിട രാഷ്ട്രീയ കളികളാണ് ഇരിക്കുമ്പോൾ ഇതേ അസൂയയാണ് എല്ലാ മേഖലയിലും നമ്മളെ ബാധിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുത്തരെ വലിച്ച് താഴെ ഇട്ടിട്ട് അവൻ അള്ളാഹു നിഅമത്ത് കൊടുത്തു, അവൻ ആദരവിക്കാൻ വേണ്ടി റബ്ബ് കൊടുത്ത അനുഗ്രഹമാണ്, അത് നമ്മൾ അതിൻ്റെ എതിർക്കേണ്ട കാര്യമില്ല, അതിൽ അസൂയ വെക്കേണ്ട കാര്യമില്ല എന്ന് തീരുമാനിച്ചാൽ നമ്മുടെ ഈമാൻ സേഫാണ്. പക്ഷെ നമ്മൾ അങ്ങനെയല്ല, മറുഭാഗത്താണ് ചിന്തിക്കുന്നത്. ഇനി മറിച്ചാണ് അള്ളാഹു പരീക്ഷിക്കാൻ വേണ്ടി തന്നെ ഒരു മനുഷ്യനെ ഷറിൽ വഷളാക്കാൻ വേണ്ടി അനുഗ്രഹം കൊടുക്കും. ചില ആൾക്കാർ വഷളാവുന്ന അനുഗ്രഹം കൊണ്ടാണ്. ആ അനുഗ്രഹം കൊണ്ട് ആ മനുഷ്യന് നാശമാണ് റബ്ബ് തീരുമാനിച്ചിട്ടുള്ളത് എങ്കിൽ ആ നാശം ആ മനുഷ്യൻ നരകത്തിലേക്കാണ് കൊണ്ടെത്തിക്കുന്നതെങ്കിൽ ആ നരകത്തിൽ നിനക്കെന്താ അസൂയെന്ന് അതാ ചോദിക്കുന്ന ഹസൻ ബസരി. ഒരു മനുഷ്യൻ അയാൾക്ക് അള്ളാഹു കൊടുത്ത അനുഗ്രഹങ്ങൾ അത് ആപത്തിലേക്കുള്ള വഴിയാക്കി ഒരു പരീക്ഷണമാക്കി കൊടുത്തു. ആ പരീക്ഷണത്തിൽ ആ മനുഷ്യൻ പരാജയപ്പെട്ട് നരകത്തിലേക്ക് ആ മനുഷ്യൻ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ആ അനുഗ്രഹത്തിൽ നിങ്ങൾ എന്തിന് അസൂയ വെക്കണം? കാറൂന്റെ അനുഗ്രഹത്തിൽ അസൂയ വെച്ചവരെ പോലെ. കാറൂന്റെ അനുഗ്രഹത്തിൽ അസൂയ വെച്ചു കുറെ ആൾക്കാർ. എന്തിനാണ് അസൂയ വെച്ചത്? അയാളെ നരകത്തിലേക്ക് പോകാൻ വേണ്ടിയിരിക്കുന്ന ആളാണ്, അയാൾ അള്ളാഹുവിന്റെ അദാബിലേക്ക് പോകുന്ന ആളാണ്. ആ മനുഷ്യൻ നിങ്ങൾക്ക് എന്താ അസൂയ എന്നാണ് ഹസൻ ബസരി ചോദിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അനുഗ്രഹങ്ങൾ നൽകപ്പെടുമ്പോൾ അതിന് ചില കാരണങ്ങൾ ഉണ്ടാകും. വിശുദ്ധ ഖുർആൻ നിങ്ങൾ തീരുമാനിക്കുന്നിടത്തല്ല കാര്യങ്ങൾ നിൽക്കുക. അള്ളാഹു ചില ആൾക്കാർക്ക് കൊടുക്കും, അതിൽ ഖൈർ അവർക്കുണ്ടാകും, ചിലപ്പോൾ ഷർറും ഉണ്ടാകും. നിങ്ങൾ ആഗ്രഹിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്, അവർക്ക് കിട്ടിയതെല്ലാം നമുക്ക് കിട്ടണം എന്ന നിലയിൽ നിങ്ങൾ മോഹിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് ആ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് ഹൈറാവില്ല എന്ന്. നിങ്ങൾക്ക് ഹൈറാകുമെന്ന് നിങ്ങൾ കണക്കാക്കുന്ന പലതും നിങ്ങൾക്ക് ഹൈറാവില്ല. അത് അള്ളാഹുവിനറിയാം, നിങ്ങൾക്കറിയില്ല എന്ന് വിശുദ്ധ ഖുർആൻ. നമുക്ക് ഈ ഇല്ലായ്മയാണ് റസൂൽ പറഞ്ഞതുപോലെ ഈ ദാരിദ്ര്യവും പരിവട്ടവും പട്ടിണിയും ഒക്കെയാണ് നിങ്ങൾക്ക് നല്ലതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ കൊട്ടാരങ്ങൾ കണ്ട് കിസ്രയെയും കൈസറിനെയും കണ്ടിട്ട് നിങ്ങൾ മോഹങ്ങൾ വെക്കില്ലേ മനുഷ്യരെ എന്ന് അള്ളാഹുവിന്റെ റസൂൽ പറയുന്നത്. നിങ്ങൾക്ക് ഇതാണ് ഞാൻ ഹൈറായി കാണുന്നത്. ഈ ഇല്ലായ്മ, ഈ പ്രാരാബ്ദം, ഈ പട്ടിണി, ഈ അവസ്ഥകളാണ്. എന്നും തികയാത്ത മനുഷ്യൻ, പൂർണ്ണമായി മൂടാൻ കഴിയാത്ത വസ്ത്രങ്ങൾ, ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത ഈ ജീവിതത്തിൽ നിങ്ങൾ അള്ളാഹുവിനോട് പുലർത്തുന്ന പ്രാർത്ഥനയും അള്ളാഹുവിൻ്റെ വിഷയത്തിൽ നിങ്ങൾ കാണിക്കുന്ന കണിശതയും നിങ്ങളെ എങ്ങോ കൊണ്ടുപോകും. നിങ്ങളുടെ വിശ്വാസം ബലപ്പെട്ടിരിക്കുന്നു, നിങ്ങളുടെ അമലുകൾക്ക് സൂക്ഷ്മതയുണ്ട്, ഉപജീവനത്തിന് വേണ്ടി നിങ്ങൾ അന്നോടൊന്ന് പണിയെടുക്കുന്നുണ്ട്, നിങ്ങളുടെ അധ്വാന മനോഭാവം നിങ്ങൾ കളയുന്നില്ല, നിങ്ങൾ കസ്ലാനുകളാകുന്നില്ല, മടിയന്മാരാകുന്നില്ല, പടച്ചവനെ മറക്കുന്നില്ല. ഇത് കൊള്ളാം, ഈ ജീവിതമായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും നല്ലതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് കൊട്ടാരങ്ങൾ കണ്ട് മോഹിച്ച ആ സമൂഹത്തോട് റസൂൽ പറയാണ്. ഇത് റബ്ബിനറിയാം നമുക്ക് ഏതാണ് ഖൈർ എന്നുള്ള കാര്യം. നമുക്ക് എന്തെങ്കിലും കിട്ടിയോ കൂടെ നമ്മൾ വിചാരിക്കും നന്നായി ജീവിക്കാം, കുറെ സമ്പത്തും ഐശ്വര്യങ്ങളൊക്കെ വന്നാൽ, കുറെ ജീവിതത്തിൽ മുന്നേറാൻ കഴിഞ്ഞാൽ പിന്നെ എല്ലാ പാവങ്ങളെയും അങ്ങ് സഹായിച്ച് 5 നേരം കൃത്യമായി നമസ്കരിച്ച് നമസ്കാരത്തിന് വരുമ്പോൾ ഒരു നോട്ട് കെട്ടു എടുത്തുകൊണ്ട് വന്ന് പള്ളിയുടെ പുറത്ത് നിൽക്കുന്നവർക്ക് കൊടുത്ത് അത് തിരിച്ചിറങ്ങി പോകുമ്പോൾ ആരൊക്കെ അവശതകളുണ്ട് അവർക്കൊക്കെ സഹായിച്ച് അങ്ങനെ പോകാമെന്ന് കണക്കാക്കാം, മനോഭാവമൊക്കെ ഉണ്ടാകും. പക്ഷെ 10 രൂപ കയ്യിൽ വന്നു കഴിയുമ്പോൾ, പണം കയ്യിൽ കിട്ടിക്കഴിയുമ്പോഴാണ് ഏറ്റവും വലിയ പ്രയാസം. ഇനി ഏത് സാഹചര്യത്തിലാകട്ടെ നമ്മൾ പ്രതീക്ഷിക്കാതെ സ്വല്പം പണം നമ്മുടെ കയ്യിലേക്ക് വന്നാൽ ഇത് ചെലവാക്കാനൊരു വൈഷമ്യത ഉണ്ടാവും. ചിലവാക്കും തോറും അത് തീരുമ്പോൾ ഉള്ള വലിയൊരു ബുദ്ധിമുട്ടുണ്ട്. ചില ആൾക്കാർ 500 നോട്ടങ്ങും ചില്ലറാക്കൂല, ചില്ലറാക്കി തീർന്നു പോകുന്നു. 500 നോട്ട് ചില്ലറ ആക്കണ്ട, ചില്ലറാക്കിയ പെട്ടെന്ന് തീർന്നു പോകുന്നു. എന്ന് വെച്ചാൽ ഈ ചില്ലറായി ചിലവായി പോകുമെന്ന് ആ ഒരു അവസ്ഥയിലാണ് മനുഷ്യനുള്ളത്. 500 കിട്ടിയപ്പോഴുള്ള അവസ്ഥ ഇത്. ഇവന്റെ കയ്യിൽ 50,000 രൂപ കിട്ടിയുള്ള അവസ്ഥ എന്തായിരിക്കും? വീട്ടിന്റെ പുറത്തെടുക്കില്ല, അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിക്കും. എന്നിട്ട് ഈ മനസ്സ് കൊണ്ട് നടക്കുന്നത് എങ്ങനെയെങ്കിലും പണക്കാരൻ ലോകം മുഴുവൻ നന്നാക്കി എല്ലാവരെയും സഹായിച്ച് ഈ രാജ്യത്തിന്റെ പട്ടിണി എടുത്ത് മാറ്റണമെന്ന് കണക്കാക്കും. പണം വരുമ്പോൾ ഇതൊന്നും തോന്നൂല, അവൻ നശിച്ചു പോയുള്ളൂ. അത് പടച്ചവനറിയാം. നമുക്ക് ഇല്ലായ്മയും ഈ ദാരിദ്ര്യവും ഒക്കെ ആയിരിക്കും നമുക്ക് ഹൈറ്, നമ്മുടെ പരലോകത്തിന്റെ ഹൈറ് അതായിരിക്കും. അതുകൊണ്ടാണ് നമുക്ക് ഈ അവസ്ഥ നൽകിയത്. അത് മനസ്സിലാക്കാതെ മറ്റുള്ളവരിലേക്ക് നോക്കിയിട്ട് നമ്മൾ അസ്വസ്ഥതപ്പെടുമ്പോൾ നമ്മുടെ ഈമാൻ നശിപ്പിക്കും.
നമ്മളെ പുറകോട്ട് വലിക്കും, നമ്മുടെ അമലുകൾ നശിപ്പിച്ചു കളയും, നമ്മുടെ ദീനിനെ പൂർണ്ണമായും മുണ്ടനം ചെയ്ത് കളയും. ഒരിക്കലും വിശ്വാസവും ഹസദും സമ്മേളിക്കില്ല എന്ന് പറഞ്ഞ ആ പ്രസ്താവന നമ്മൾ നെഞ്ചിലേറ്റണം. ഒരിക്കലും പാടില്ല. മറ്റുള്ളവർക്ക് അനുഗ്രഹം ഉണ്ടാകുമ്പോൾ അതിൽ സന്തോഷിക്കാൻ കഴിയണം. ഇത് ഉണ്ടാകാതിരിക്കാൻ ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കാനുള്ള കാര്യം എന്നുള്ളത്, ഒന്നാമത്തെ കാര്യം ഇത് മനസ്സിലാക്കേണ്ടത് ഈ വിഷയം തന്നെയാണ്, റബ്ബ് കൊടുക്കുന്നതാണ്. അതിൽ നമ്മൾ അതിർത്തി വെക്കുക എന്നുള്ളത് റബ്ബിന്റെ തീരുമാനത്തോടുള്ള അതിർത്തിയാണ്. റബ്ബിനോട് അത് എതിർപ്പാണ് നമുക്ക്. എനിക്കിത് യോജിപ്പില്ല അല്ലാഹു എന്ന്. ഇതാ നമ്മൾ പറയാം, ഹസദിലൂടെ നമ്മൾ പറയുന്നത് എന്താണ്? എനിക്കിതിൽ യോജിപ്പില്ല, എൻ്റെ കൂടെ പറപ്പിന് ഈ കിട്ടിയ ഐശ്വര്യങ്ങളിൽ എനിക്ക് യോജിപ്പില്ല, റബ്ബിനോട് യോജിപ്പില്ല എന്നതാണ്. വിയോജിപ്പ് രേഖപ്പെടുത്തുന്ന ഹസദിലൂടെ റബ്ബിനോട്. അള്ളാഹുവിനോട് എതിർപ്പ് പറയുകയാണ് നമ്മൾ മനസ്സുകൊണ്ട്. അത് പാടില്ലല്ലോ. അള്ളാഹു കൊടുത്തതാണ്, അൽഹംദുലില്ലാഹ്, സന്തോഷമുള്ള കാര്യമാണ്, അത് കണക്കാക്കാൻ കഴിയണം. രണ്ടാമത് നമ്മൾ എപ്പോഴും നമ്മൾ അസൂയയിലേക്ക് പോകാതിരിക്കാൻ ഏറ്റവും പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും താഴേക്കുള്ളവരിലേക്ക് നോക്കുക. ലാ തൻദുറു ഇലാ മൻ അലാക്കും ഫൻദുറു ഇലാ മൻ അസ്ഫലിക്കുമെന്ന്. നിങ്ങളെക്കാൾ മേലെ ഉള്ള ആൾക്കാരിലേക്ക് നോക്കിയിട്ട് നിങ്ങൾ അസ്വസ്ഥരാകല്ലേ. താഴെ ഉള്ളവരിലേക്ക് നോക്ക്. എല്ലാ മനുഷ്യൻ്റെയും താഴെ മനുഷ്യനുണ്ട്. എല്ലാവർക്കും മുകളിലും ആളുണ്ടാകും. എല്ലാവർക്കും മുകളിലേക്ക് നോക്കിയാൽ അവിടെ ആളുണ്ടാകും. ഫൗഖ ദി ഇൽമിൻ അലീം എന്ന് പറഞ്ഞതുപോലെ എല്ലാവർക്കും മുകളിൽ ഒരാളുണ്ടാകും, ഒരാളെങ്കിലും ഉണ്ടാകും. അതുകൊണ്ട് താഴേക്ക് നോക്ക്, മുകളിലേക്ക് നോക്കണം. താഴേക്ക് നോക്കുമ്പോഴത്തേക്ക് നമ്മളെക്കാൾ ഗതികെട്ട ആൾക്കാരുണ്ട്, നമ്മളെക്കാൾ ജീവിത പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആൾക്കാരുണ്ട്. നമുക്ക് അധികാരം കിട്ടിയില്ലെന്ന സങ്കടം, നമുക്ക് 2 നില മാളികകൾ പണിയാൻ കഴിഞ്ഞില്ലെന്ന സങ്കടം, കടത്തിണ്ണയിൽ ഉറങ്ങുന്ന സാധാരണക്കാരായ മനുഷ്യരുണ്ട്. ഇന്നും ചവറ്റുകൊട്ടയിൽ നിന്ന് ഒരുപിടി ഭക്ഷണത്തിന് വേണ്ടി കടിപിടി കൂടുന്ന തെരുവ് നായ്ക്കളെ പോലെ ജീവിക്കുന്ന മനുഷ്യരുണ്ടെന്ന് ലോകത്ത്. നമ്മൾ ഒഴുക്കിവിടുന്ന വെള്ളമുണ്ടല്ലോ, നമ്മൾ സമൃദ്ധമായി കുളിച്ച് പുഴ പോലെ ഒഴുക്കിവിടുന്ന വേസ്റ്റ് വെള്ളം നമ്മുടെ മുമ്പിലൂടെ ഒലിച്ചു പോകുമ്പോൾ കുടിക്കാൻ ഒരു തുള്ളി വെള്ളം, ശുദ്ധജലം കിട്ടാതെ മൈലുകൾ താണ്ടി കിലോമീറ്ററുകൾക്കപ്പുറത്തേക്ക് ബക്കറ്റ് കൊണ്ട് സഞ്ചരിക്കേണ്ടി വരുന്ന കോടിക്കണക്കിന് മനുഷ്യർ ജീവിക്കുന്ന ഈ ലോകത്ത്. അവരെക്കുറിച്ച് ആലോചിക്കുക, ആ സമൂഹത്തെക്കുറിച്ച് ആലോചിക്കുക. ആശുപത്രിയിൽ നിന്ന് വീട്ടിൽ വന്നിട്ട് വിശ്രമിക്കാൻ സമയം കിട്ടാതെ ഒന്നിന് പിറകെ ഒന്നായി ഹോസ്പിറ്റലിലേക്ക് ഓടിക്കൊണ്ടേയിരിക്കുന്ന വീട്ടമ്മമാരുണ്ട് നമുക്ക് ചുറ്റും. നിരന്തരമായി വലിയ പണത്തിന്റെ സാമ്പത്തികമായ അഭിവൃദ്ധിയിലും എഴുന്നേറ്റ് നടക്കാൻ കഴിയാത്ത മക്കൾ, അംഗവൈകല്യം ബാധിച്ച് ജനിച്ചു വീഴുമ്പോൾ തന്നെ അംഗവൈകല്യങ്ങൾ ബാധിച്ച് ജനിച്ചു വീഴുന്ന മക്കളെ കൊണ്ട് ജീവിതം കഴിയുന്ന ആൾക്കാരുണ്ട്. കണ്ടിരിക്കാൻ നിവർത്തിയുള്ളൂ. ഒരു ജീവച്ഛവം പോലെ കിടക്കുന്ന എത്ര മക്കളുണ്ടെന്നറിയുമോ? വലിയ കൊട്ടാരങ്ങൾക്കകത്ത്. അള്ളാഹുവിന്റെ പരീക്ഷണമാണ്. അവർക്ക് അങ്ങനെ ഒരു മാനസികാവസ്ഥ വെച്ച് നമ്മളെ മക്കള് പ്രാരാബ്ദവും പട്ടിണിയുമാണെങ്കിൽ സ്വന്തം കാലിൽ എഴുന്നേറ്റ് ബാഗും എടുത്തുകൊണ്ട് ഓടി സ്കൂളിൽ പോയിട്ട് സന്തോഷത്തോടെ ഓടി മടങ്ങി വരുമ്പോൾ അത് കാണാൻ നമ്മുടെ കണ്ണുകൾക്ക് കുളിർമയുണ്ടാകണമെങ്കിൽ നമ്മളെക്കാൾ താഴെയുള്ളവനെ, ബാധിക്കപ്പെട്ടവനെ നോക്കണം. നമുക്കതല്ല പ്രശ്നം. നമുക്ക് നമ്മളെ അപ്പുറത്തെ വീട്ടുകാരൻ്റെ ആ സ്കൂളിൽ അവൻ പഠിക്കാൻ വിടുന്ന സ്കൂളിൽ വിടാൻ കഴിഞ്ഞില്ല, അത്രയും വലിയ യൂണിഫോം ഇട്ടുകൊണ്ട് പറഞ്ഞു വിടാൻ കഴിഞ്ഞില്ല. സ്കൂൾ ബസ്സിൽ പോയി അതിൽ തന്നെ തിരിച്ച് വീട്ടിൻ്റെ ഉമ്മറത്ത് വന്ന് ഇറങ്ങുന്ന വിധത്തിൽ ജംഗ്ഷനിൽ ഒരു വീട് വെക്കാൻ കഴിഞ്ഞില്ല. ഈ സങ്കടങ്ങൾ വെച്ചിട്ട് അവരുടെ വീട് നോക്കിയിട്ട് വെള്ളമിറക്കി അവൻ്റെ അനുഗ്രഹങ്ങൾ അസ്വസ്ഥത കൊണ്ട് ജീവിക്കാണ്. ഇത് നമുക്ക് സമാധാനം നഷ്ടപ്പെടുത്തില്ല, സമാധാനം ഇല്ല, സന്തോഷമില്ല. അവൻ്റെ ഉയർച്ചയും വളർച്ചയും നോക്കിയിട്ട് നമ്മൾ വെള്ളം ഇറക്കി എരിഞ്ഞെരിഞ്ഞ് തീരെയാണ്. അതിൻ്റെ കാര്യമുണ്ടോ? അപ്പൊ പിന്നെ എങ്ങനെ നമ്മൾ കഴിക്കുന്നതിന് രുചി ഉണ്ടാവുക? കാടിയാണെങ്കിലും മൂടിക്കുടിച്ചിട്ട് ആത്മാഭിമാന ബോധത്തോടെ ജീവിച്ചിരുന്നൊരു പഴയ കാലമുണ്ട് നമുക്ക് ചുറ്റും, നമ്മുടെ സാധാരണക്കാര ജനങ്ങൾക്ക്. അതുപോലെ നമുക്കുള്ളത് എന്താണോ അതിൽ തൃപ്തി അടയാൻ കഴിയുമ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന് സ്വാദുണ്ടാകും. ഇതുപോലും കിട്ടാത്ത എത്രയോ മനുഷ്യർ നമുക്ക് ചുറ്റുമുണ്ടെന്ന് ചിന്തിക്കാൻ കഴിയണം. ആ ചിന്തയാണ് നമ്മുടെ അസൂയയിൽ നിന്ന് പുറത്തു കൊണ്ടുവരിക. അന്യരോട് പക വെക്കാതെ ജീവിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുക. ഈ പക കൊണ്ടുവന്നിട്ട് കാര്യമില്ല. പകയും ശത്രുതയും വലിയ നാശമാണ്. അതിന് ഹേതുവാകുന്ന അടിസ്ഥാനപരമായ നമ്മുടെ മനോഭാവമാണ് ഹസദ് എന്നുള്ളത്. അത് പറിച്ചെറിയണം. വേരോടെ പിഴുതെറിയേണ്ട ദുസ്വഭാവങ്ങൾ, മനസ്സിനെ ബാധിച്ച രോഗങ്ങളിൽ ഒന്നാണ് ഹസദ് എന്നുള്ളത്. കിബറും ഹസദും വളരെ ഗൗരവത്തോടെ നമ്മൾ കാണേണ്ടതാണ്. ഞാനെന്ന ഭാവവും നമുക്ക് വേണ്ട, അപരനോടുള്ള അസൂയവും നമുക്ക് വേണ്ട. ശുദ്ധമായിരിക്കട്ടെ മനസ്സ്. നല്ലൊരു മനസ്സില്ലാതെ അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കാൻ കഴിയില്ല. സന്താനങ്ങളും സമ്പാദ്യങ്ങളും ഉപയോഗപ്പെടാത്തൊരു ദിവസമുണ്ട്. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, സന്താനങ്ങൾ ഉപകാരപ്പെടില്ല, നിങ്ങളുടെ സമ്പാദ്യങ്ങൾ ഉപയോഗപ്പെടില്ല. അന്ന് ഉപയോഗപ്പെടുന്നത് ഇല്ലാമൻ അത്തല്ലാഹു ബിഖൽബിൻ സലീം, ശുദ്ധമായൊരു മനസ്സ് മാത്രമാണെന്ന് വിശുദ്ധ ഖുർആൻ. നല്ലൊരു മനസ്സ്, ആരോടും പകയില്ലാത്ത, വിദ്വേഷമില്ലാത്ത, ആരോടും അസൂയയില്ലാത്ത നല്ലൊരു ഹൃദയം, അതാണ് ആവശ്യമെന്നുള്ളത്. അതാണ് നമുക്ക് ആവശ്യമുള്ളത്. അബൂ ദുജാന റളിയല്ലാഹു തആല അൻഹു ജീവിത സായാഹ്നത്തിൽ സഹാബാക്കൾ കൂട്ടുകാർ വന്നിട്ട് ചോദിച്ചു, താങ്കളുടെ ജീവിതത്തിന്റെ നന്മകളെ കുറിച്ച് ഓർക്കുമ്പോൾ എന്താണ് പറയാനുള്ളത്, എന്തൊക്കെയാണ് കരുതി വെച്ചിട്ടുള്ളത് എന്ന് പരലോക യാത്രയ്ക്ക്. ധീരം യുദ്ധം ചെയ്ത് രക്തസാക്ഷിയായ മനുഷ്യനെ ഹൈബറിന്റെ കോട്ടയ്ക്കപ്പുറത്തേക്ക് ഈ മനുഷ്യനെ എയ്ത് വിട്ടിട്ട് അവിടെ വീണ് ഒറ്റയ്ക്ക് പടപൊരുതി ആ മനുഷ്യൻ 100 കണക്കിന് വെട്ടുകളേറ്റിട്ട് ഹൈബറിന്റെ കവാടം തുറന്ന ആ അബൂ ദുജാന എന്ന സ്വഹാബി, ആ യുദ്ധാനന്തരം അദ്ദേഹം മരണപ്പെടുമ്പോൾ അദ്ദേഹം പറഞ്ഞത് യുദ്ധത്തിൽ കൊടുത്ത ചോരയെക്കുറിച്ചല്ല,
എൻ്റെ ഈ ശരീരത്തിലെ മുറിവുകളെല്ലാം അള്ളാഹുവിൻ്റെ മാർഗത്തിലാണെന്നല്ല പറഞ്ഞത്. എൻ്റെ ഈ മുറിവുകളേറ്റ ശരീരത്തിനകത്തുള്ള ഹൃദയമുണ്ടല്ലോ, ആ ഹൃദയത്തിനകത്ത് ഞാൻ ഒരു മനുഷ്യനോടും വിരോധം വെച്ചിട്ടില്ല, ആരോടും അസൂയ വെച്ചിട്ടില്ല, ആരോടും പക വെച്ചിട്ടില്ല. ഇത് മാത്രമാണ് എൻ്റെ സമ്പാദ്യമെന്ന്. എൻ്റെ നെഞ്ചകത്തിരിക്കുന്ന മനസ്സിനകത്ത് ഞാൻ ആരോടും പകയും വിദ്വേഷവും വെച്ചിട്ടില്ല, ആരോടും അസൂയയില്ല, ആരാൻ്റെ കാര്യത്തിൽ എനിക്ക് അസ്വസ്ഥത ഉണ്ടായിട്ടില്ല എന്ന്, അവൻ്റെ അനുഗ്രഹങ്ങൾ ഞാൻ അസ്വസ്ഥത പോഞ്ഞിട്ടില്ല എന്ന്. ഇതാണ് എൻ്റെ സമ്പാദ്യമെന്ന്. വെട്ടേറ്റ് മുറിവുകൾ ഉണങ്ങാത്ത ശരീരവുമായിരിക്കുമ്പോഴും ഇതൊക്കെയാണ് എൻ്റെ സമ്പാദ്യം എന്ന് പറഞ്ഞില്ല. അതിനുമപ്പുറത്തേക്ക് ഏറ്റവും നല്ലൊരു ഹൃദയം, അതാണ് സഹാബത്ത് എന്ന് ശ്രദ്ധിച്ചത്. അതാണ് നമുക്ക് വേണ്ടതും. നല്ലൊരു ഹൃദയം ഉണ്ടാകണം. ശുദ്ധമായ മലിനമുക്തമായ ഒരു ഹൃദയത്തെ സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളതാണ് ഒരു മനുഷ്യന് ജീവിതത്തിൽ ഏറ്റവും ഉന്നം വെക്കേണ്ട സംഗതി. മഹ്മൂമുൽ കൽബി വസുദൂഖുൽ ലിസാൻ എന്ന് ഏറ്റവും നല്ല മനുഷ്യൻ ആരെന്ന് ചോദിച്ചപ്പോൾ റസൂൽ പറഞ്ഞത് കുല്ലു മഹ്മൂമുൽ കൽബ്. മഹ്മൂമുൽ കൽബുകളാണ് ഏറ്റവും നല്ല മനുഷ്യരെന്ന്, അവരാണ് അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ടവരെന്ന്, അവരാണ് വിജയികളെന്ന് റസൂൽ പറയുമ്പോൾ എന്താണ് നബി മഹ്മൂമുൽ കൽബെന്ന് റസൂലിനോട് ചോദ്യ വിശദീകരണം. പകയില്ല, വിദ്വേഷമില്ല, വെറുപ്പില്ല, അസൂയയില്ല ആരോടും. അങ്ങനെ ശുദ്ധമായൊരു ഹൃദയം അതാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത്തരം ഒരു ഹൃദയം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കാനുള്ളത്. മലിനമായ ഈ ചിന്താഗതികളൊക്കെ വലിച്ചെറിയുക, എല്ലാവരുടെയും അനുഗ്രഹങ്ങളിൽ നമ്മൾ സന്തുഷ്ടരാകുക, പടച്ചവന്റെ തീരുമാനങ്ങളിൽ തൃപ്തിപ്പെട്ടുകൊണ്ട് ജീവിക്കുക, താഴെത്തട്ടിലുള്ളവരെ ജീവിച്ച് നോക്കിക്കൊണ്ട് അള്ളാഹു നമുക്ക് ചെയ്ത അനുഗ്രഹങ്ങളുടെ വണ്ണം മനസ്സിലാക്കി റബ്ബിന് നന്ദിയുള്ളവരായി ജീവിക്കുക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹിൽ വാഹിദിൽ അഹദിൽ ഫർദിസ് സമദ് അല്ലദി ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികൾ, ഒരിക്കൽ കൂടി അള്ളാഹുവിനെ തഖ്വ ജീവിക്കണമെന്ന് എന്നോട് നിങ്ങൾ വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല മുത്തഖീങ്ങളിൽ ജീവിക്കാനും മുസ്ലിമായി മരിക്കാനുള്ള നല്ല തൗഫീഖ് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, നമ്മൾ പറഞ്ഞതുപോലെ മനുഷ്യർക്കിടയിൽ പകയുണ്ടാക്കുന്ന രണ്ടാമത്തെ ഒരു പ്രശ്നമെന്നുള്ളത് നമ്മൾ ഓരോ സന്ദർഭങ്ങളിലും ഓരോരുത്തരിലും വയ്ക്കുന്ന പ്രതീക്ഷയാണ്. പ്രതീക്ഷകൾ സത്യത്തിൽ വെക്കേണ്ടത്, പ്രതീക്ഷകൾ കേന്ദ്രീകരിക്കപ്പെടേണ്ടത് അള്ളാഹുവിലാണ്. ഏതൊരു കാര്യത്തിലും റബ്ബിനെയാണ് പ്രതീക്ഷ വെക്കേണ്ടത്. നമുക്ക് ചുറ്റുമുള്ളവരിൽ നിന്ന് പ്രതീക്ഷ വെക്കുമ്പോൾ അത് വലിയ നിരാശയ്ക്ക് കാരണമായി തീരും. ആ നിരാശകളാണ് പകയിലേക്കും വിദ്വേഷങ്ങളിലേക്കും പലപ്പോഴും കാര്യങ്ങൾ കൊണ്ടെത്തിക്കുക. വളരെ സിമ്പിളായി, വളരെ ലളിതമായി പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ജീവിതത്തിൽ ചില ഘട്ടങ്ങളുണ്ടാകും. ഇപ്പോൾ ഞാനൊരു വീട് വെക്കാൻ ഇറങ്ങുകയാണ്. ഒരു വീട് വെക്കാൻ ഇറങ്ങുമ്പോൾ എനിക്കൊരു വീട് വെക്കണം. അപ്പോൾ എനിക്ക് കുറേ പ്രതീക്ഷകളുണ്ട്. ഇപ്പോൾ ഇത്ര തരുമായിരിക്കും, എൻ്റെ സഹോദരി ഇത്ര തരുമായിരിക്കും, അയാൾ ഇത്ര തരും, എൻ്റെ മുതലാളി ഇത്ര തരും, പള്ളിക്കാർ ഇത്ര തരും. ഇങ്ങനെ ഓരോ കണക്കുകൾ നമ്മൾ വെക്കും. നമ്മൾ മൈൻഡിൽ ഇങ്ങനെ എന്തെങ്കിലും ഒരു കാൽക്കുലേഷനിൽ നമ്മൾ ഇറങ്ങും. നമ്മളിൽ ആകെ അടിസ്ഥാനം കിട്ടാനുള്ള പൈസ ഉണ്ടാവുള്ളൂ. എന്നാലും ഇന്ന പ്രതീക്ഷകൾ വെച്ചിട്ടായിരിക്കും ഇറങ്ങുക. പക്ഷെ അവരാരും തരില്ല, അവരാരെയൊന്നും കിട്ടാൻ കഴിയില്ല. കാരണം അവരൊക്കെ നമ്മൾ കൊടുത്തിട്ട് വെച്ചിരിക്കണമല്ലോ, കടം കൊടുത്ത പൈസയും ആരുടെ ഇരിപ്പില്ലല്ലോ. പക്ഷെ നമ്മൾ ഇങ്ങനെ ഈ ഇല്ലാത്ത പ്രതീക്ഷ വെക്കുന്നു. നമ്മൾ അങ്ങനെ കടവും വാങ്ങിച്ച് വീടൊക്കെ പൂർത്തീകരിച്ച് കഴിയുമ്പോൾ നമ്മൾ പ്രതീക്ഷ വെച്ചിട്ട് നമുക്കൊന്നും നൽകാത്തവരോടൊക്കെ നമുക്ക് ശത്രുതയാണ്. ഇതൊരു കല്യാണം എടുത്താലും ശരി, ഒരു കല്യാണത്തിന് വേണ്ടി ഇറങ്ങുകയാണ്, അല്ലെങ്കിൽ നമ്മളൊരു പദ്ധതിയുമായി ഇറങ്ങുകയാണ്. ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടത്തിലും നമ്മൾ അനാവശ്യമായ ചില പ്രതീക്ഷകൾ മറ്റുള്ളവരിൽ വെക്കും. ഞാൻ ആശുപത്രി കിടന്നിട്ട് വന്നില്ല, എനിക്ക് രോഗമായിട്ട് കിടന്നിട്ട് വന്നില്ല, നമ്മൾ തമ്മിലുള്ള ബന്ധം വെച്ചിട്ട് വന്നില്ല. ഇതൊന്നും നമ്മൾ പ്രതീക്ഷ വെക്കരുത്. അത് നിരാശയാകും. നിരാശയായിട്ട് പിന്നെ കാലാകാലങ്ങളിലേക്ക് നിരന്തരമായ ശത്രുതയിലേക്കും പകയിലേക്കും കാര്യങ്ങൾ മാറും. ഒരു കാരണവശാലും പാടില്ല. പ്രതീക്ഷകളുടെ എൻഡ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവാണ്. റബ്ബിൻ്റെ സഹായം, റബ്ബിൽ പ്രതീക്ഷകൾ വെക്കും. പരിപൂർണമായ പ്രതീക്ഷ റബ്ബിൽ വെക്കും. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു പദ്ധതിയുമായി ഇറങ്ങുമ്പോൾ നിങ്ങൾ സഹായിച്ചവരുണ്ടാകും. പല ആൾക്കാരും അങ്ങനെയാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിൻ്റെ രീതി അങ്ങനെയാണ്. ഞാൻ 500 അവിടെ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ കല്യാണം ആണെങ്കിൽ ഇന്ന വീടുകളിൽ ഇത്ര വീടുകൾ കല്യാണത്തിന് പോയപ്പോൾ 500 ആ വീടുകളിൽ നിന്നൊക്കെ തിരിച്ച് 500 കുറയാത്ത തുക വരും എന്ന പ്രതീക്ഷ വെച്ച് നമ്മൾ ഇറങ്ങുന്നത്. അത് കണക്കിന് ഒരു വീട് കയറലാണെങ്കിലും ഏത് പരിപാടിക്ക് നമ്മൾ കൊടുത്ത കണക്കുകൾ നോക്കിയിട്ട് അവിടെ നമ്മൾ കപ്പും സാസറും കൊടുത്തിട്ടുണ്ട്, അത് കപ്പും സാസറും ഇങ്ങോട്ട് ഈ പ്രതീക്ഷകൾ വെച്ചിട്ട് അത് വാക്കേണ്ട അത് ഇവിടെ നിന്ന് വരാനുണ്ടെന്ന് ഇങ്ങനെ അനാവശ്യമായ പ്രതീക്ഷകൾ വെക്കുക. അവസാനം അവർ വരില്ല. അവർ ജീവിത സാഹചര്യം മോശമായിരിക്കും, അപ്പോൾ സാമ്പത്തികമായി ഞെരുക്കമായിരിക്കും, പ്രയാസമായിരിക്കും. ഇവരെ മുമ്പിൽ വന്ന് നിൽക്കാൻ പോലും അവർക്ക് മാനസികമായ പ്രയാസം ഉണ്ടാകും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും? ആ പ്രതീക്ഷകൾ വെച്ചിരിക്കും, അവസാനം അവർ വരത്തുപോലും ഉണ്ടാവില്ല. അത് പിന്നെ കാലാകാലം ശത്രുതയായി മാറുകയാണ്. നമ്മൾ കൊടുക്കുമ്പോൾ ഒരിക്കലും നമ്മൾ കൊടുക്കുമ്പോൾ അയാൾ തിരിച്ച് ഇതേ കണക്ക് നോക്കി കൊണ്ടുവരണം എന്ന് കണക്കാക്കി കൊടുക്കരുത്. ആ പരിപാടി കൊണ്ട് ഒരു ഗുണവുമില്ല. ആ കൊടുത്തത് കൊണ്ട് നിങ്ങൾക്കൊരു നന്മയില്ല. എനിക്കെന്തായാലും മോളെ കെട്ടിക്കാനൊന്നുമില്ല, അപ്പോൾ പിന്നെ എന്ത് ചെയ്യണ്ടേ? ഞാൻ തൽക്കാലം അവിടെ കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇത് നീ കെട്ടിക്കുന്നിടത്ത് കൊടുക്കണം, പെണ്ണിനെ കെട്ടിക്കുന്നിടത്ത് കൊടുക്കണമെന്നോ സ്ത്രീധനത്തിൽ പങ്കാളിയാണെന്ന് പറയാനല്ല, പൊതുവിലുള്ള ജനങ്ങളുടെ മനോഭാവം പറയണം.
2 പെമ്മക്കളെ കെട്ടിക്കാറാണ്, കറക്റ്റ് കൊടുത്തില്ലെങ്കിൽ ആ സമയത്ത് നമുക്കൊന്നുണ്ട്. അപ്പോൾ അത് കണക്കാക്കി കൊടുക്കും അവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ വേണ്ടി. ഇത് അനാവശ്യമാണ്. ഈ ഒരിക്കലും മുസ്ലിമുകൾക്ക് ഇറങ്ങുന്നതല്ല. അബ്രാറുകളെ കുറിച്ച് ഖുർആൻ സംസാരിച്ചു. പുണ്യവാളന്മാരായിരുന്നു, പുണ്യങ്ങൾ സമ്പാദിച്ച ആൾക്കാർ. അവരാരെന്ന് നിങ്ങൾക്ക് അറിയുമോ എന്ന്? അവർ കൊടുത്തുകൊണ്ടേയിരിക്കും. അവർക്ക് ആവശ്യമുള്ളപ്പോഴും യതീമിങ്ങൾക്ക് കൊടുക്കും, മിസ്കീനുകൾക്ക് കൊടുക്കും. എന്ന് അവർ എന്നിട്ട് പറയും, നിങ്ങളെ നമുക്കൊരു പ്രത്യുപകാരം ചെയ്യേണ്ട കേട്ടോ, നിങ്ങൾ തിരിച്ചു തരാൻ വേണ്ടിയിട്ടല്ല, നമ്മളെ കാണുമ്പോൾ ബഹുമാനിക്കാൻ വേണ്ടിയല്ല, നിങ്ങൾ കാണുമ്പോൾ അവരാണ് നമ്മളെ സഹായിച്ചെന്ന് പറയാൻ വേണ്ടിയിട്ടുമല്ല, നിങ്ങൾ കാണുമ്പോഴൊക്കെ നിർബന്ധമായി നമ്മളെ നോക്കി ചിരിക്കാൻ വേണ്ടിയിട്ടുമല്ല. നിങ്ങളെ നമ്മൾ ഒരു പുഞ്ചിരി പോലും ഈ ചെയ്ത ഉപകാരത്തിന്, ഈ തന്ന ആഹാരത്തിന്, ഈ തന്ന നാണയങ്ങൾക്ക് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. ഇതെല്ലാം റബ്ബിന്റെ ഭാഗത്താണ് പ്രതീക്ഷ വെക്കുന്നത്. ഇത് റബ്ബിന്റെ ഭാഗത്ത് കിട്ടണം, അള്ളാഹു സഹായിക്കണമെന്ന്. ഈ മനോഭാവത്തോടെ നിങ്ങൾ ജീവിതത്തിൽ പ്രവർത്തിക്കുക. ഇത് പരലോകത്തും ഉണ്ടാവും, ദുനിയാവിൽ നിങ്ങളൊരു ആവശ്യത്തിനിറങ്ങി അള്ളാഹു സഹായിക്കും. നിങ്ങൾ ചിന്തിക്കാത്ത വഴിയിൽ അള്ളാഹു സഹായിക്കും. എത്ര അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ടാകും. നമ്മുടെ മുമ്പിൽ എല്ലാ വാതിലും അടഞ്ഞു, ഒരു പദ്ധതിയുമായി ഇറങ്ങി, കിട്ടാവുന്നിടത്തെല്ലാം ചോദിച്ചു, എല്ലാ വഴിയും അടഞ്ഞു, ഇനി ഒന്നുമില്ല നമ്മുടെ മുമ്പിൽ വഴികൾ ഉണ്ടെങ്കിലേ നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കത്തുള്ളൂ. അള്ളാഹുവിനെ കൊണ്ട് പറ്റണമെങ്കിൽ വഴി വേണ്ടേന്ന് നമ്മൾ അങ്ങനെ ആലോചിക്കുക. റബ്ബേ, ഒരു വഴിയില്ല, ആകെ ഒരു വഴിയുണ്ട്, അള്ളാഹു ആ വഴി തുറക്കണേന്ന്. ഇത് ദുആ ചെയ്യുന്നത്. എടാ, ആ വഴി അടയും, അതുമല്ല, ഇതല്ലാത്തൊരു വഴിയുണ്ട്, നിങ്ങൾക്കറിയില്ലത്, റബ്ബിനെ അറിയാവൂ. പക്ഷെ നമ്മൾ നിസ്സഹരായി നിന്ന് പോയി എത്ര നിമിഷങ്ങൾ നമുക്ക് അള്ളാഹുവിന്റെ സഹായത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ഒരു സ്റ്റെപ്പിന് മുന്നോട്ട് പോകാൻ കഴിയില്ല, ഇത് നമ്മുടെ കുടുങ്ങി എന്ന് നമ്മൾ കണക്കാക്കി എത്ര സന്ദർഭങ്ങൾ റബ്ബ് നമ്മൾ മോചിപ്പിച്ചിട്ടുണ്ട്, സഹായിച്ചിട്ടുണ്ട്. ചിന്തിക്കാത്ത വഴിയിലൂടെ നമ്മൾ സഹായിക്കാൻ റബ്ബുണ്ടാകും. നമ്മൾ പ്രതീക്ഷിക്കാത്ത വഴിയിൽ സഹായം ഉണ്ടാകും. അത് റബ്ബിൽ പ്രതീക്ഷ വെക്കണം. സൃഷ്ടികളിലെ മഖ്ലൂക്കുകളിൽ പ്രതീക്ഷ വെച്ചിട്ട് ആ പ്രതീക്ഷയ്ക്കൊത്ത് അവർ വരാതെ വരുമ്പോൾ നിരാശയും ശത്രുതയും പകയുമായി മാറിയിട്ട് കാലാകാലങ്ങളിലേക്ക് അകന്നു കഴിയുന്നൊരവസ്ഥ ഉണ്ടാകാൻ പാടില്ല. ജനങ്ങളോട് പ്രതീക്ഷ വെക്കല്ലേ, പടച്ചവനിൽ പ്രതീക്ഷ വെക്ക്, വ്യക്തിബന്ധങ്ങൾ സുതാര്യമാക്ക്, അവരോട് വിട്ടുവീഴ്ച ചെയ്യ്. അവർക്ക് കഴിഞ്ഞില്ല, നീ പ്രതീക്ഷ വെച്ചിട്ട് നിന്റെ കൂടപ്പുറപ്പിനെ നിന്നെ സഹായിക്കാൻ കഴിഞ്ഞില്ല, നിന്നെ ചേർത്ത് പിടിക്കാൻ കഴിഞ്ഞില്ല, അതിന്റെ പേരിൽ പകയും വിദ്വേഷവും വേണ്ട. അത് വേണ്ട. നമ്മൾ ആ പകയും വിദ്വേഷമായി വീഴ്ച പറ്റിയാൽ പോലും പുറത്തു കൊടുക്കണം. അതാ മനുഷ്യ സ്വഭാവം, അതാ മുഅ്മിനെ പഠിപ്പിക്കുന്നത്. വീഴ്ചകൾ പൊറുക്കില്ല, അപരാധങ്ങൾ പൊറുക്കില്ല. അത് കണക്കിന് ഇങ്ങോട്ടുള്ള പ്രതീക്ഷകൾക്ക് ഉയരാത്തത് കൊണ്ട് ആ നിരാശാബോധം നമ്മൾ തടഞ്ഞുകൊണ്ടേയിരിക്കും. പാടില്ല. മാപ്പ് കൊടുക്കാനും വിട്ടുവീഴ്ച ചെയ്യാനും മനുഷ്യൻ ശീലിക്കണം. അതാണ് അല്ലാഹുവിന്റെ മഹത്തായ ഗുണം. ആ വിശ്വാസികൾ സ്വീകരിക്കേണ്ടത് ആ ഗുണം തന്നെയാണെന്ന് ഖുർആൻ സംസാരിക്കുന്നത്. റബ്ബ് മാപ്പ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർ മറ്റുള്ളവരോട് മാപ്പ് കൊടുക്കാനും ഈ പകയും വിദ്വേഷവും ഒക്കെ ഒഴിവാക്കിയിട്ട് നിലയിൽ നല്ല ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കാൻ കഴിയണം. റമദാനൊക്കെ വരണം. നമ്മുടെ വാതിൽപ്പടിയിലേക്ക് റമദാനെത്തി നിൽക്കുകയാണ്. ഇന്നും പകയും വിദ്വേഷവും കൊണ്ട് നടന്നിട്ട് ഈ അള്ളാഹുവിന് മുമ്പിൽ നമ്മൾ കൈ ഉയർത്തി പ്രാർത്ഥിച്ചിട്ടോ നമസ്കരിച്ചിട്ടോ നോമ്പ് പിടിച്ചിട്ടോ ഒരു കാര്യം ഉണ്ടാവില്ല. അതുകൊണ്ട് ബന്ധങ്ങളൊക്കെ ഒന്നുകൂടി പുതുക്കാൻ, പഴയ പിണക്കങ്ങളും വിദ്വേഷങ്ങളും ഒക്കെ മാറ്റിയിട്ട് നല്ല മനസ്സും നല്ല ബന്ധങ്ങളുമായി നല്ല രീതിയിൽ റമദാനെ വരവേൽക്കാൻ നമ്മൾ ശ്രമിക്കണം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു മഗ്ഫിറുൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. ربنا رب تمم بالخير والسعادة آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.